रत्नैः कल्पितमानसं हिमजलैः स्नानं च दिव्याम्बरं नानारत्नविभूषितं. മകരം 1 മുതൽ മേടം 1 വരെയുള്ള 3 മാസക്കാലമാണ് ഇവിടെ ദീപാരാധനയും പൂജയായിട്ടുള്ളത്. അപ്പോൾ ഈ സമയങ്ങളിൽ മാത്രം ഇവിടെ എൻ്റെ 5 വിളക്കും വരും. 5 വിളക്കെന്ന് വെച്ചാൽ മകരം 1 മകരവിളക്ക്, അത് രണ്ടാമത് പറഞ്ഞ ശിവരാത്രിക്ക്, കുംഭമാസത്തിലെ ശിവരാത്രിക്ക് ശിവരാത്രി വിളക്ക്. അപ്പോൾ കൊടിമരം ഇല്ല, അപ്പോൾ പടഹാതി കൊടിയേറ്റ് അന്നത്തെ കൊടിപ്പുറത്ത് വിളക്ക്. അതിന് ആറാട്ടായിട്ടല്ല, ഉത്രം വിളക്കാണ്. അത് രാത്രി ഉത്രം കിട്ടുന്നതാണ് പ്രാധാന്യം. അപ്പോൾ അന്നത്തെ ഉത്രം വിളക്ക്, പിന്നെ വിഷുവിൻ്റെ അന്നത്തെ വിഷു വിളക്ക്, ഇങ്ങനെ 5 വിളക്കാണ് ഇതിന് പ്രാധാന്യമായിട്ട് വരിക. ആറാട്ടെന്ന് വെച്ചാൽ ഇവിടെ സ്വയംഭുവാണ്. അപ്പോൾ വെള്ളം കയറി വന്നിട്ട്, പുഴയിൽ വെള്ളം കയറി വന്ന് സ്വയം ആറാടുകയാണ് ഇതിൻ്റെ പറയുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഐതിഹ്യവും ഇവിടുത്തെ ആചാരവും നടന്നു പോകുന്നത്. പിന്നെ ബലിതർപ്പണത്തിന് പ്രാധാന്യം വരാനുള്ള കാരണം ജടായുവിൻ്റെ ശേഷക്രിയ ഇവിടെ ചെയ്തെന്നൊരു സങ്കല്പമുണ്ട്. ബലിതർപ്പണം ഡെയിലി ഉണ്ട് ഇവിടെ. അത് രാവിലെ ഒരു 5:30-6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10-11 മണി വരെ ഡെയിലി ഉണ്ട്. പിന്നെ വിശേഷാലായിട്ട് കുംഭവാവ്, കർക്കിടകവാവ്, തുലാവാവ്, വൈശാഖവാവ്, അങ്ങനെ അമാവാസികളിൽ പ്രാധാന്യമുള്ള ദിവസത്തിനൊക്കെ തിരക്കുകളുണ്ടാവും.